ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഇഫ്താറിനും ഇപ്പോൾ പെരുന്നാളൊക്കെ വരെയല്ലേ, അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഉള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഇതും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെയായിരിക്കും ഇനി എപ്പോഴും ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ആദ്യം തന്നെ ഞാനത് ചിക്കനിൽ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും പെരുംജീരക പൊടിയും കൂടി ഇട്ടൊന്ന് മസാല ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി ഒന്ന് രണ്ട് സൈഡും എടുത്താൽ മതി. നമ്മളെപ്പോഴും ബിരിയാണി വെക്കണ ആ ഒരു സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ചിക്കൻ ഫ്രൈ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതേ എണ്ണയിൽ തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ എണ്ണ മാറ്റിയിട്ടൊന്നുമില്ല, അത്രയും എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 4 സവാളയാണ്. ചെറിയ സവാളയാണെങ്കിൽ 4 വലുതാണെങ്കിൽ 3 മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കും. ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മറ്റേത് കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ വലുതിലോട്ടാക്കി. ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഒരു 10-12 വെളുത്തുള്ളിയും അതുപോലെ ഒരു 5-6 പീസ് ഇഞ്ചിയും ഒരു 10 പച്ചമുളകുമാണ് എടുത്ത് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ വഴറ്റിക്കൊണ്ടിരുന്ന ആ ഒരു സവാള വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഈ സവാള കുറച്ചുകൂടെ വന്നതായി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും സവാള വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് നമ്മൾ ഈ മസാല ഒന്ന് അതിൻ്റെ ഒരു പച്ച മണം മാറിയതിന് ശേഷം നമുക്കിതാ ഒരു ജാറിലേക്ക്, അതായത് ഞാൻ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അതേ ജാറിൽ തന്നെയാണ് ഒരു പിടി മല്ലിയില. അപ്പോൾ മല്ലിയിലയുടെ തണ്ടും ഒക്കെ വെച്ചാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിടി പുതിനയില അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ തൈര് നിറച്ചും തന്നെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ ഇത് നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറിയതിന് ശേഷം 2 തക്കാളി, അതായത് വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 3 തക്കാളി എടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇതും നല്ലപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയിലല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിപ്പം നമ്മൾ ഇളക്കുന്ന ആ ഒരു സമയത്ത് നല്ല ഗ്രീൻ കളറായിരിക്കും. അപ്പോൾ ഈ ഗ്രീൻ കളർ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഇതിൻ്റെ കളറൊക്കെ നല്ല മാറി ബ്രൗൺ കളറായിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ പെരുംജീരക പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 to ഒരു 1/2 ടീസ്പൂൺ വരെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇടണം. പഞ്ചസാര ഇടാതിരിക്കരുത് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു സമയത്ത്, ഉറപ്പായിട്ടും അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ഞാനിത് കുറച്ച് ഉള്ളി ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ നല്ലപോലെ ഒന്ന് പൊടിച്ച് കുറച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വരും. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ല, അത് നമുക്കിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് ഒരു മസാല ഇട്ട് കൊടുക്കണില്ല. മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഒരു മസാല ഇട്ട് കൊടുത്തിട്ടില്ല. ആകെ ഇട്ടിരിക്കുന്നത് പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ലപോലെ ആ ഒരു ചിക്കനിൽ ഗ്രേവി നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കുക. കുറച്ചുകൂടെ ഒന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമ്മൾ ചിക്കനിൽ ആ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അടുത്തത് നെയ്ച്ചോറ് ഉണ്ടാക്കുക. അപ്പോൾ അതിനായിട്ട് 1 ടീസ്പൂൺ നെയ്യും അതേപോലെ തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിന്. എന്നിട്ട് ഇതുപോലെ പട്ടയും ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ബേ ലീഫ്
ഇതും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സമയത്ത് ഒരു സവാള, അതായത് ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഇട്ടാൽ മതി. എന്നിട്ട് അതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 1 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നല്ല മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചോറിൻ്റെ കളർ മാറിപ്പോവും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാലയാണ്. അപ്പോൾ 2.25 കപ്പ് ജീരകശാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കൂടുതൽ നേരം വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചോറ് വെന്ത് കിട്ടാനായിട്ട് കുറേ താമസിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് ഇത് നമുക്കിനി തിളച്ച വെള്ളം, നല്ല തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2.25 കപ്പിന് ഞാനൊരു 4.25 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഒരു ഹാഫ് നാരങ്ങയുടെ നീരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ടാവും. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് ഇനി നമ്മൾ തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെന്തോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പാത്രത്തിൻ്റെ സൈഡിൽ കുറച്ച് വെള്ളം എടുത്ത് ഒന്നിങ്ങനെ തളിച്ച് വെക്കുക. തളിച്ച് വെക്കുമ്പോഴത്തേക്കും ആ വെള്ളം അതുപോലെ കിടക്കണമെങ്കിൽ വെന്തിട്ടില്ല എന്നാണ് അർത്ഥം ചോറ്. അപ്പം വീണ്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് തളിച്ച് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം പെട്ടെന്ന് വറ്റിയിട്ടുണ്ട്. അതായത് പെട്ടെന്ന് അതിൽ നിന്ന് ആ ഒരു ചൂട് കൊണ്ട് മാറിയിട്ട്, അപ്പോൾ അതിനർത്ഥം ചോറ് വെന്തെന്നാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ അത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചോറ് ഒന്ന് 1/4 വേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ദമ്മിലിടുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് 1/4 വേവ് മതി. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മസാലയുടെ മുകളിൽ നമ്മൾ ആ ചോറ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗരം മസാല അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കണില്ല. ഡയറക്റ്റായിട്ട് തന്നെ ഫുള്ളും ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ്, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി, അതായത് സവാള മൂപ്പിച്ചതൊന്നും ഇതിൻ്റെക്ക് ഇട്ട് കൊടുക്കുന്നില്ല. കാരണം ആ ചോറിൻ്റെ ഒരു കളറ് മാറിപ്പം നമ്മൾ അതായത് ദമ്മിലിട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സവാളയുടെ കളർ ഫുള്ളും ചോറിലാവും. അപ്പോൾ അത് ഞാൻ ഇടുന്നില്ല. ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം താഴെ ഞാൻ ഇതുപോലെ ഒരു ഫ്രൈ പാൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മൾ ബിരിയാണി നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ മസാലയുടെയൊക്കെ ആ ഒരു മണം നമ്മൾ ചോറിൽ പിടിക്കുന്നത് വരെയാണ് നമ്മൾ ദമ്മിലിടേണ്ടത്. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ചോറ് സെപ്പറേറ്റ് ആക്കി മസാല സെപ്പറേറ്റ് ആക്കി വയ്ക്കാം. ഫൈനലി നമ്മൾ പ്ലേറ്റിങ്ങിലോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചോറിട്ട് കൊടുക്കുന്നു. സാധാരണ കല്യാണത്തിനൊക്കെ അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അവർ അടിയിൽ ഇങ്ങനെ മസാല ഇട്ടിട്ട് ചോറ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് വയ്ക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, നല്ല ഉഷാറായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം പപ്പടവും സാലഡും കുറച്ച് അച്ചാറും ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പൊളിയായിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളെ ഈ ബിരിയാണി മാത്രം മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ്സ് ഇടാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.